ഞാൻ ഇനി ഭഗവത്ഗീതയിലേക്ക് തിരിച്ചു വരെ. അതായത് മുഖ്യമന്ത്രി ഭഗവത്ഗീത കോട്ട് ചെയ്തേ. മുഖ്യമന്ത്രി ഭഗവത്ഗീതയെ കുറിച്ചൊക്കെ CPM-കാര് തനി തോന്നിയാസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന CPM-കാരുടെ ഇടയിൽ മുഖ്യമന്ത്രി പറയാണേ. അതായത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവനും BJP-കാർക്കെതിരെ, പ്രത്യേകിച്ചും BJP-കാർക്ക് എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിട്ട് വിളിച്ച ഈ കോമാളി പരിപാടിക്ക് ഇവര് പിന്തുണ നൽകാത്തതിൽ, അല്ലെങ്കിൽ ഇതിനെ ആക്ഷേപിച്ചപ്പോൾ, ഇതിനെതിരായി സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയാണ് അവരൊന്നും ഭക്തന്മാരല്ല. ഭക്തന്മാർ ആരാണ്? ഈ അയ്യപ്പ സംഗമം, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഞങ്ങൾ സഖാക്കളാണ് ഭക്തന്മാർ. കാരണഭൂതം ഉളുപ്പില്ലാതെ വൃത്തികെട്ടവൻ ഈ പറയുന്ന ജനങ്ങളോട് പറയുകയാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ അഭിസംബോധന എങ്ങനെയാണെന്നറിയോ? ഫുൾ കോമഡി എന്ന് പറഞ്ഞ കോമഡിയാണ്. അതായത് അയ്യപ്പ മഹാസംഗമമാണല്ലോ. പിണറായിയുടെ പ്രസംഗം തുടങ്ങുന്നത് പ്രിയ സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞിട്ടാണ്. അയ്യപ്പ ഭക്തരെ എന്ന് പറയുന്ന ഒരു അഭിസംബോധന പോലും ഈ പറയുന്ന പരനാറി എന്ന് പ്രേമചന്ദ്രനെ വിളിച്ച, നികൃഷ്ടജീവി എന്ന് താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ച, കുലങ്കുത്തി എന്ന് TP ചന്ദ്രശേഖരനെ വിളിച്ച ഈ അധമനായ മനുഷ്യൻ ഈ പറയുന്ന അയ്യപ്പ മഹാസംഗമത്തിൽ ഉദ്ഘാടന വേദിയിൽ പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തരെ എന്നൊരു വാക്ക് പോലും പറയാൻ തയ്യാറായില്ല. സഹോദരന്മാരെ, പാർട്ടി പരിപാടി സഖാക്കളെ എന്ന് വിളിച്ചില്ല. അത്രയും സമാധാനം. സഖാക്കളെ എന്ന് വിളിച്ചില്ല, അത്രയും സമാധാനം. എന്നിട്ട് മൂപ്പര് പറഞ്ഞുകൊണ്ട് വന്നത്, അതായത് BJP-കാരും സംഘപരിവാറുകാരും ഒന്നും ഭക്തന്മാരല്ലത്രേ. ഭക്തന്മാരാരാണ്? ഭക്തന്മാര് ഈ പറയുന്ന VN വാസുവനും പിണറായി വിജയനും ഈ വീണ ജോർജും മറ്റേ സജി ചെറിയാനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഭക്തന്മാർ. പിന്നെ പറഞ്ഞാൽ ഈ അന്തംകമ്പികൾ ഈ കൈ താത്തിയിട്ട്, അതായത് ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അയ്യപ്പനെ ഒരു നോക്ക് പോലും നോക്കാതെ അയ്യപ്പനെ നേർക്ക് കൈകൂപ്പാതിരിക്കുന്ന K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ദേവസ്വം മന്ത്രിമാരും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായ ഈ വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അവരൊക്കെയാണത്രേ ഭക്തന്മാർ. എന്നിട്ട് അതിന് തെളിവായിട്ട് മൂപ്പരിതാ ഭഗവത്ഗീത പിണറായിയുടെ പ്രസംഗമാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരുന്നത്. അപ്പോൾ അവരൊന്നും ഭക്തന്മാരല്ല, യഥാർത്ഥ ഭക്തന്മാരെന്ന് പറയുന്നത് ഞങ്ങളാണ്. കാരണം ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ ഭക്തൻ ആര് എന്ന്. ഭഗവത്ഗീതയുടെ 12ാം അധ്യായമായ ഭക്തിയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. ഭഗവത്ഗീതയുടെ 12ാം അധ്യായമായ ഭക്തിയോഗത്തിൽ 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ ആരാണ് ഭക്തൻ എന്ന് പറയുന്നു. പ്രത്യേകിച്ചും 13ാമത്തെ ശ്ലോകത്തിലെ ആദ്യ വരി പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു. അതിതാണ്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച എന്നും പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത് 13ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകം മുതൽ 20ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളിലാണ് ആരാണ് ഭക്തൻ എന്ന് ഭഗവത്ഗീത പറയുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ആരാണ് ഭക്തൻ എന്ന്. ആരാണ് ഭക്തർ? ഞങ്ങൾ. കാരണം അതില്ല, ഭക്തന്മാർ ആര് എന്ന് നിർവചനം കൊടുത്തിട്ടുണ്ട് അത്രേ. അതാണ് ഞാൻ ഈ ഒരു ഭഗവത്ഗീത നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചത്. ഈ ഭഗവത്ഗീത സ്വാമി ചിന്മയാനന്ദന്റെ വ്യാഖ്യാന സഹിതമുള്ള ഭഗവത്ഗീതയാണ്. സാധാരണ ഞാൻ വായിക്കാറുള്ളതും ഞാൻ റെഫർ ചെയ്യാറുള്ളതൊക്കെ ഈ പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തന്നെ എടുത്തത്. ഇതില് ഈ മുഖ്യമന്ത്രി കാണിച്ച ഈ ആരാണ് ഭക്തൻ എന്നുള്ള ആ 13ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ സർവഭൂതാനാം അദ്വേഷ്ട. അതിന്റെ അർത്ഥം സർവജീവികളോടും ദ്വേഷരഹിതനും. ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ്. ഒരു ജീവികളോടും വെറുപ്പില്ലാത്തവനും മൈത്ര കരുണ ഏവച, മൈത്രിയും കരുണയുള്ളവനും. ആരാണ് ഭക്തനെന്ന് ഭഗവത്ഗീതയുടെ 12ാം അധ്യായത്തിലെ 13ാം ശ്ലോകം പറയുന്നു എന്ന് കാരണഭൂതം പറയുകയാണ് ഞാൻ ഭക്തനല്ലാന്ന്. ഇവൻ പറയാനടോ. ഈ പറയുന്ന കാരണഭൂതം ഇങ്ങനെയാണോ? അതായത് സർവജീവികളോടും ദ്വേഷരഹിതനാണോ ഈ കാരണഭൂതം? നിങ്ങൾ പറ.
ഈ ലോകത്തിലെ സർവ്വജീവികളോടും വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്തവനാണോ ഈ കാരണഭൂതം? ഇവന്റെ വിചാരം ഈ ഭഗവത്ഗീത വെറും ഭഗവത്ഗീത കണ്ടിട്ടില്ല. പിണറായി വിജയൻ ജീവിതകാലത്തിൽ ഒരിക്കലും ഭഗവത്ഗീത കണ്ടിട്ടുണ്ടാവില്ല. ആരോ എഴുതി കൊടുത്ത സാധനമാണ്, മൂപ്പരാണ്ട് വെച്ച് കാച്ചിയതാണ്. അതിന്റെ അർത്ഥം ഈ അയ്യപ്പ സംഗമത്തിൽ വരാൻ അർഹതയില്ലാത്ത ആദ്യത്തെ മനുഷ്യൻ അവസാനത്തെ മനുഷ്യനും ഞാനാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഭഗവത്ഗീത വെച്ചിട്ട് പിണറായി വിജയൻ പറയാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ഈ പറയുന്ന പമ്പാ സംഗമത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് വരാൻ ഒരധികാരവുമില്ല, ഒരവകാശവുമില്ല. ഇയാൾ ഭക്തനല്ല, ഭഗവത്ഗീത പറയുന്നു. എന്നിട്ട് പറയാണല്ലോ ബിജെപിക്കാരൊന്നും ഭക്തന്മാരല്ല, ഞങ്ങളാണ് ഭക്തന്മാർ. ഇതാ നീ ബാക്കി ആ ശ്ലോകത്തിന്റെ അപ്പൊ സർവഭൂതാനാം അദ്വേഷ്ട എന്ന് പറഞ്ഞാൽ സർവ്വജീവികളോടും ദ്വേഷരഹിതനും. ഇയാൾ എത്ര ആൾക്കാരോട് പരനാറി എന്ന് വിളിച്ച ഈ പറഞ്ഞ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചവൻ കുലംകുത്തി എന്ന് മരിച്ച ശേഷം നമ്മുടെ ശത്രുവാണെങ്കിലും മരിച്ച ഒരാളോട് നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനമുണ്ട് കേട്ടോ. ലേശമില്ലാതെ പത്രക്കാർ ചോദിച്ചു, ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന ശേഷം പത്രക്കാർ ചോദിച്ചു കാരണഭൂതത്തോട്, ഇപ്പോഴും നിങ്ങൾ ഇയാൾ കുലംകുത്തി ചന്ദ്രശേഖരൻ കുലംകുത്തി എന്ന് പറയുന്നുണ്ടോ? പറയാ കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണ്, ഇപ്പോഴും ആള് കുലംകുത്തിയാണ് എന്ന് പറഞ്ഞ നികൃഷ്ട ജീവിയല്ലേ ഈ പറയുന്ന കാരണഭൂതം? ഒരു പിതാവിനെയല്ലേ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് അല്ലേ? ഇങ്ങനെ എത്ര എടോ ഗോപാലകൃഷ്ണ എന്നല്ലേ പത്രാധിപരെ വിളിച്ചത് അല്ലേ? മാതൃഭൂമി പത്രാധിപരെ വിളിച്ചത് എടോ ഗോപാലകൃഷ്ണ. ഞാനിപ്പോ പിണറായി വിജയനെ എടോ വിജയ എന്നെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പറയുന്നത്, ഓ മുഖ്യമന്ത്രി എടോ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുക, മുഖ്യമന്ത്രി ഇങ്ങനെ വിജയ എന്ന് വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ ആരെനിക്ക്? അയാൾ പണിക്കാരൻ. നമ്മൾ പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു വരുന്നത് ബംഗാളിയെ പോലെ ഒരു പണിക്കാരൻ. അത്രയേ ഉള്ളൂ നമുക്കൊക്കെ പിണറായി വിജയൻ. ഇതൊന്നും മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 കൊല്ലത്തേക്ക് ഏർപ്പാടാക്കിയ ഒരു മനുഷ്യൻ. അത്രയേ ഉള്ളൂ. മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ എടോ പോടോ കടക്ക് പുറത്ത് നമ്മൾ പറയും, ആരായാലും പറയും. പൈസ കൊടുത്തിട്ടാണ്, വെറുതെ അല്ല, ചക്കാത്തിനല്ല. പൈസ കൊടുത്തിട്ട് ഇയാളുടെ ചികിത്സക്ക് അമേരിക്കയിൽ പോകാനും നമ്മളാണ് പൈസ കൊടുക്കുന്നത്, നീന്തൽക്കുളത്തിന് നമ്മളാണ് പൈസ കൊടുക്കുന്നത്, പറക്കാത്ത ഹെലികോപ്റ്ററിന് നമ്മളാണ് പൈസ കൊടുക്കുന്നത്, ആ മറ്റേ ഇയാളുടെ എന്താ പറയാ ഗോശാല അതിൽപ്പെട്ട 10-30 പശുക്കള് അവർക്ക് സംഗീതം ലിഫ്റ്റ് ഇതിനൊക്കെ നമ്മളാണ് പൈസ കൊടുക്കുന്നത്. പാറ്റൻ ടാങ്ക് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. 45 കാറുകളുടെ അകമ്പടിയോടെയുള്ള ഈ പറയുന്ന ഘോഷയാത്രയുണ്ടല്ലോ, വാഹന ഘോഷയാത്ര, നമ്മളാണ് പൈസ കൊടുക്കുന്നത്. നമ്മൾ പറയും, നമ്മൾ പറയുന്നതിനനുസരിച്ച് ഇയാൾ പണിയെടുക്കണം. പണിക്കാരനാണ് നമ്മളെ, അത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇയാൾ പറയാണല്ലോ ഈ ബാക്കി ഭഗവത്ഗീതയിലെ 13ാമത്തെ ശ്ലോകത്തിന്റെ 2ാമത്തെ വരി, നിർമ്മല നിരാഹാര എന്ന് പറഞ്ഞാൽ മമതയും അഹന്തയും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളിൽ, ബാക്കിയുള്ളത് ഞാൻ അതിന്റെ മലയാളം മാത്രമേ പറയുന്നുള്ളൂ. മമതയും അഹന്തതയും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളിൽ തുല്യഭാവമുള്ളവനും ക്ഷമാശീലനും സദാ സന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണമുള്ളവനും നിശ്ചയദാർഢ്യമുള്ളവനും മനോബുദ്ധികളെ എന്നിലർപ്പിച്ചവനുമായ ഭഗവാനിൽ അർപ്പിച്ചവനുമായ എന്റെ ഭക്തനാരോ അവൻ എനിക്ക് പ്രിയനാകുന്നു. ഈ പറഞ്ഞതിൽ പിണറായി വിജയൻ പിണറായി വിജയന്റെ കൂടെയുള്ള ചിങ്കിടികളും ഈ ഇന്നത്തെ അയ്യപ്പ മഹാസംഗമം നടത്തുന്ന ആഗോളം പോട്ടെ അഖില കേരള, അങ്ങനെ പറഞ്ഞോട്ടെ, അഖില കേരള അയ്യപ്പ സംഗമത്തിൽ വന്ന് ചേർന്ന അല്ലെങ്കിൽ സംഘാടകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആരെങ്കിലും ഭഗവത്ഗീതയുടെ ഈ ഭക്തനാര് എന്നുള്ള നിർവചനം അനുസരിച്ച് ഭക്തനാണോ? നിങ്ങൾ പറ. എന്നിട്ട് ഉളുപ്പുമാനില്ലാതെ ഭഗവത്ഗീതയിലെ ഈ 13ാം ശ്ലോകം 12ാം അധ്യായത്തിലെ 13ാം ശ്ലോകം അതിൽ പറയുന്നു യഥാർത്ഥ ഭക്തനാര്, ഞങ്ങളാണ് യഥാർത്ഥ ഭക്തർ, ബിജെപിക്കാരൊന്നും യഥാർത്ഥ ഭക്തരല്ല എന്ന് പറയുന്ന കള്ളത്തരം, വായെടുത്താൽ കള്ളത്തരം മാത്രം പറയുന്ന ഈ മനുഷ്യൻ 20ാമത്തെ മിനിറ്റിൽ ശബ്ദ തടസ്സം വരുത്തിക്കൊണ്ട് അയ്യപ്പൻ നൽകിയൊരു സൂചന, സഖാവേ ഇനിയെങ്കിലും നന്നായിക്കൂടെ? ഈ മറ്റേ ആ സിനിമയില് ദേവാസുരത്തിന്റെ ആ 2ാം ഭാഗത്തുണ്ടല്ലോ,
ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ മറ്റേ മുണ്ടക്കൽ ശേഖര എന്ന് പറയുന്ന ആ ഒരു ദൃശ്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇനിയെങ്കിലും നന്നായി കൂടറോ. അപ്പൊ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞാൽ കാരണഭൂതത്തിന് പിടിക്കില്ലല്ലോ. ഏറ്റവും വലിയ അയ്യപ്പന്റെ വിദ്വേഷിയാണ് ഇപ്പോഴും കാരണഭൂതമെന്ന് കാരണഭൂതം മാത്രമല്ല, കാരണഭൂതത്തിന്റെ ശിങ്കിടികളും കരുതുന്നു. അല്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി എന്താ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളൊക്കെ സ്റ്റേജിൽ നിരന്നിരുന്നതിന് ശേഷമായിരിക്കണം ഈ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തേണ്ടത്. പക്ഷേ കാലിയായ സ്റ്റേജിൽ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയെ കൊണ്ട് ഈ നിലവിളക്കാണ്ട് കൊളുത്തിച്ചു. പോരെ. മൂന്നാമത്തെ കോമഡി കഴിഞ്ഞ് നാലാമത്തെ കോമഡിയാണ് മുഖ്യമന്ത്രി വരുന്നു. ഈ നമ്മുടെ പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് അദ്ദേഹം സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹം എല്ലാവർക്കും ഇങ്ങനെ സ്വാഗതം ആശംസിച്ചു. കുറെ തള്ളു പരിപാടിയൊക്കെ മുമ്പിൽ സാധാരണ പറയും പോലെ ഇതെന്തോ ഒരു മഹാസംഗമമാണ്. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ഏതോ പാവം വേറെ പണിയൊന്നും ഇല്ലാത്ത ഏതോ 2 മന്ത്രിമാർ മാത്രമേ വന്നുള്ളൂ. വിദേശത്ത് നിന്ന് ആരും വന്നില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും വന്നില്ല. ഇത് പൊളിഞ്ഞു എന്ന് മൂപ്പരുടെ സംഭാഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. മൂപ്പരുടെ ഭാഗത്തു നിന്നുള്ള കോമഡി എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇതൊക്കെ കഴിഞ്ഞപ്പോ സ്വാമിയേ ശരണമയ്യപ്പ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അതേ ശൈലിയിൽ മൂപ്പർ ഇങ്ങനെ മുഷ്ടിച്ചിട്ട് സ്വാമിയേ ശരണമയ്യപ്പ. എന്താ ചെയ്യുക? ഈ അയ്യപ്പന്മാരെ അവഹേളിക്കുക, ആക്ഷേപിക്കുക. ഈ അയ്യപ്പ മഹാസംഗമത്തില് ഈ വൃത്തികെട്ടവന്മാര് ചെയ്തത് മുഖ്യമന്ത്രി സ്റ്റേജിലുണ്ടല്ലോ. മുഖ്യമന്ത്രി മറ്റ് ഈ പറയുന്ന കോമാളികളൊക്കെ സ്റ്റേജിൽ നിരന്നിരിക്കുകയാണ്. വീണ ജോർജ്, പിന്നെ സജി ചെറിയൻ, അങ്ങനെയുള്ള 7-8 മന്ത്രിമാരുണ്ട്. 6-7 മന്ത്രിമാരെന്നാണ് മുഖ്യമന്ത്രി വരെ പ്രസംഗത്ത് പറഞ്ഞത്. മുമ്പർക്ക് തന്നെ ഉറപ്പില്ല 6 ആണോ 7 ആണെന്ന്. അങ്ങനെയുള്ള മന്ത്രിമാരും ഈ പറയുന്ന പ്രമുഖന്മാരൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന എന്താ പറയാ പൊട്ടൻ പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം സെക്രട്ടറി ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചത്. അതിന് പകരം സ്വാമിയേ ശരണം. നോക്കണം, നിങ്ങള് ഇതിൽ കിടക്കുന്നുണ്ട്, കണ്ടവർക്കറിയാം. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ശരണം വിളി എടുക്കണം. ഇതിന്റെ വളരെ രസകരമായ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം ഇതിന്റെ മുന്നോടിയായിട്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്നലെ തന്നെ ഞാൻ പൊട്ടി എന്ന് പറയാൻ കാരണം ഈ ഒരു മുഖ്യമന്ത്രിമാരും വന്നില്ല. ആകെ വന്നത് മുഖ്യമന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാരൊന്നും വന്നില്ല. ആകെ വന്നത് തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ മാത്രമാണ് വന്നത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിന് ആഗോള തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരും എത്തിയില്ല, ഒരു പ്രതിനിധികളും എത്തിയില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആരും എത്തിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 2 മന്ത്രിമാർ വന്നു. അതോടെ ഈ അയ്യപ്പ മഹാസംഗമം എന്നുള്ളത് പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ മാത്രമല്ല, ഇത് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഇത് അനൗൺസ് ചെയ്തിരുന്നു. ഈ അനൗൺസ് ചെയ്തത് മഹാ കോമഡി ആയിരുന്നു. ഒന്ന്, ഈ അയ്യപ്പ മഹാസംഗമം തുടക്കം മുതൽ അവസാനം വരെ കോമഡി ആയിരുന്നു കേട്ടോ. ഇത് അനൗൺസ് ചെയ്തത് എന്താണ്? അതായത് ഈ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒക്കെ വരുന്നതിന് തൊട്ടു മുമ്പ് മൈക്ക് അനൗൺസ്മെന്റ് ആണ്. അതായത് അഖില കേരള ആഗോള അയ്യപ്പ സംഗമത്തിന് ഇതാ തുടക്കമാവുകയായി. ഒന്ന് ആലോചിച്ചോണം, അഖില കേരള ആഗോള സംഗമം എന്ന്. ഈ അനൗൺസ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത്, ഈ അനൗൺസ് ചെയ്യുന്ന ഏതോ ഒരു പാവം സഖാവിന് മനസ്സിലായി ഇത് ആഗോളമൊന്നുമല്ല, ഇതെന്താണ്, ഇത് അഖില കേരള ആണെന്ന്. അപ്പൊ മൂപ്പരാണ് തട്ടി. മൂപ്പര് നോക്കുമ്പോ ഈ സദസ്സിലേക്കും വേദിയിലൊക്കെ നോക്കുമ്പോ ഇവിടുന്ന് ഈ നമ്മൾ കണ്ട് പരിചയമുള്ള നമ്മുടെ സഹാക്കന്മാരല്ലാതെ വേറെ ഒരാളും ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് നിന്ന് എത്തിയ 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ, ബാക്കി പുറമേ നിന്ന് ആരും ഇല്ല. അപ്പൊ മൂപ്പര് സത്യസന്ധമായിട്ട് പറഞ്ഞ് അഖില കേരള ആഗോള അയ്യപ്പ സംഗമെന്ന്. ഒന്ന് നോക്കിയാട്ടെ. അതായത് കൊട്ടിഘോഷിച്ച് 7 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന പ്രചണ്ഡ കോലാഹലങ്ങള്, മുഖ്യമന്ത്രിയുടെയും വാസുവിന്റെയും കൂറ്റൻ ഹോർഡിങ്ങുകൾ, എന്തായിരുന്നു ഇവരുടെ അവകാശവാദം. മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ട് ഒരു 20ാമത്തെ മിനിറ്റിൽ മൂപ്പര് പറഞ്ഞത്, ഒന്ന്, മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ സാധാരണ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാതിരി 48 മിനിറ്റ് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഏത് ഉറക്കം വരാത്തവനും ഉറങ്ങിപ്പോട്ടോ. സ്ഥിര സ്റ്റൈൽ ഉണ്ടല്ലോ. ഒരു വാക്ക് പറഞ്ഞ് താളമിട്ട് അടുത്ത വാക്ക് പറഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് അടുത്ത വാക്ക് പറഞ്ഞ്
ഇങ്ങനെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ 48 മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ ആരും ഉറങ്ങിപ്പോയില്ല. പകുതി ആൾക്കാർ ഉറക്കായിരിക്കുന്നത് പറഞ്ഞത്. വേറെ ഒന്നും അതിന്റെ അടുക്ക് പറഞ്ഞോട്ടെ. അതായത് ഇത് പറയാൻ തുടങ്ങിയ ഒരുപാട് കാര്യമുണ്ട്. ഇതിങ്ങനെ എന്താ വിട്ടുപോകുന്നു. അതായത് ഈ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴും പകുതി കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, ഇതൊന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആ ചിത്രങ്ങളുണ്ട്. അപ്പൊ ഈ അന്തംഗമ്മി സഖാക്കൾ പറയുന്നുണ്ടാന്നറിയോ, ഇത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പാണെന്ന്. ഇത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ ചാനലുകളൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് ക്യാമറ ഇങ്ങനെ പാൻ ചെയ്യാണ് പിന്നോട്ട്. ഏതാണ്ട് ഒരു സദസ്സിന്റെ ഒരു പകുതി വരെ ആൾക്കാർ ഇരിക്കുന്നുള്ളൂ. അതിനുശേഷം കാലി കസാരകളാണ്. ഇരിക്കുന്ന ആൾക്കാർ ഇനി ആരാണ്? ഇരിക്കുന്ന ആൾക്കാർ തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരൊക്കെയാണ്. പിന്നെ ഈ ശബരിമല തൊഴാൻ വന്ന കുറെ ഭക്തന്മാർക്ക് ഇതെന്താ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇവരെ കുറെ എണ്ണം വന്ന ആൾക്കാരൊക്കെ കയറ്റി വിട്ടിക്കുന്നു. കാരണം കസാര നിറയണല്ലോ. അവസാനം ഒരു രഹസ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, കസാല കാലിയായതെന്ന് വെച്ചാലേ കസാലന്റെ എണ്ണം കൂടിപ്പോയത്രേ. കസാലന്റെ എണ്ണം കൂടിപ്പോയി. അതാണ് ആകെ പ്രശ്നമായത്. ആള് കുറവൊന്നുമില്ലേ, വിട്ട ആള് കുറയാൻ നല്ല ആളുണ്ടേനി, പക്ഷെ കസാലന്റെ എണ്ണം കൂടിപ്പോയി. അവസാനമാണ് വൈകുന്നേരമാണ് കണക്ക് വന്നത്. ഏതാണ്ട് 4500ഓളം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു അത്രേ. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത് 4500 ആൾക്കാരാണ്. പക്ഷേ ആ രജിസ്റ്റർ ചെയ്ത ആൾക്കാരിൽ 623 ആൾക്കാരെ പങ്കെടുത്തുള്ളൂ എന്ന് പറയുന്നത്. 623 സംതിങ് ആ രീതിയിലുള്ള ഒരു ഫിഗറാണ്. 600 ചില്ലാൻ ആൾക്കാർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 3000-ലേറെ ആളുകൾ പങ്കെടുക്കുമെന്ന് കൊട്ടിഘോഷിച്ചിരുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് രജിസ്റ്റർ ചെയ്ത 623 ആൾക്കാർ മാത്രമാണ്. ഒന്ന് ആലോചിച്ചപ്പോൾ എന്താ എല്ലാ ചാനലുകളും ഇങ്ങനെ പറയുന്നുണ്ട്. ആകെ 600 എന്ന് പറഞ്ഞാൽ നാലിലൊരു ഭാഗമല്ല. അതായത് 4600 ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു 1/7 ഭാഗം അല്ലേ? അത്രയും ആൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു CPM ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. CPM പരിപാടി തന്നെ പറയട്ടെ, അതായത് ദേവസ്വം ബോർഡ് എന്നല്ല, CPM സർക്കാരിന്റെ ഇമ്മാതിരി പൊട്ടിപ്പോയൊരു പരിപാടി അടുത്ത കാലത്ത് ഒന്നും അടുത്ത കാലത്തല്ല, ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പരിപാടികൾക്കിടയിൽ ഇങ്ങനെ പൊട്ടിപ്പാളീസായ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ സർവശക്തനായ അയ്യപ്പന് കാര്യങ്ങൾ അറിയാം. അയ്യപ്പൻ കണക്ക് തീർക്കുകയാണ്. കളിക്കരുത് മക്കളെ, അയ്യപ്പനോട് കളിക്കല്ലേ. കാരണം ഞാനത് പറഞ്ഞോണ്ട് വന്നത്, മുഖ്യമന്ത്രി ഇങ്ങനെ പ്രസംഗിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പം മുഖ്യമന്ത്രിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്നിൽ വീണ വിജയന്റെ മുഖം കാണുന്നിട്ടുണ്ടോ? വീണ വിജയനൊക്കെ ആകെ പരിഭ്രാന്തിയാണ്. കാരണം എന്തും സംഭവിച്ചേക്കാം, മുഖ്യമന്ത്രിക്ക് വാക്കുകൾ വരുന്നില്ല. അപ്പോഴത്തേക്ക് ഈ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഇദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നു, മുഖ്യമന്ത്രി വെള്ളം കുടിക്കുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. 2ാമത്തെ ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു, കുടിക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. 3ാമത്തെ ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു, കുടിക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. 4ാമത്തെ ഗ്ലാസ്. ഒന്ന് ആലോചിച്ചോക്കണം. ഇങ്ങനെ മുഖ്യമന്ത്രി ഇന്നോളം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടില്ലേ? തള്ളി വിടാൻ മുഖ്യമന്ത്രിയുടെ അത്രയ്ക്കും പ്രാഗൽഭ്യം ഒരു നേതാവിനും ഇല്ല. കാരണം ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാം. കാരണം ഞാൻ സംസാരിക്കുന്ന പോലെ അല്ല മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്ക് പറയുക, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്ക് പറയുക. മൂപ്പൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുന്നതിന്റെ ഇടയിൽ നമ്മൾ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതേപോലെ തടസ്സപ്പെട്ടതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അയ്യപ്പന് ഹിതകരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത കാരണഭൂതമേ, ഇനിയെങ്കിലും സൂക്ഷിച്ചോ എന്ന് മാത്രം. ഇതൊക്കെ ഒരു സൂചനയാണ്, അയ്യപ്പൻ നൽകിയ സൂചനയാണ് കേട്ടോ. എത്ര കാലം നിങ്ങൾ അയ്യപ്പനെ ഇങ്ങനെ ദുഷിപ്പ് പറയും? അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം കഴിച്ചു എന്ന് പറയുന്ന പൂമരൻ ഇപ്പോഴും മാപ്പ് പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. ശബരിമല തന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അസംബന്ധം, അശ്ലീലം, ശ്രീമതി ടീച്ചർ പറഞ്ഞ അശ്ലീലം, ജി സുധാകരൻ പറഞ്ഞ അശ്ലീലം, ആക്ഷേപം എണ്ണി പറയുകയാണെങ്കിൽ ഷംസീർ പറഞ്ഞ ഗണപതി, പമ്പാ ഗണപതി അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എണ്ണി പറയുകയാണെങ്കിൽ ഈ ദേവീദേവന്മാർക്ക് നേരെ ഇവർ ചൊരിഞ്ഞ ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, എന്തോ ഭാഗ്യത്തിന് ഓഡിയോ മുഴുവൻ നിങ്ങൾ കേട്ടാൽ അറിയാം. അതില് ആ പ്രസംഗത്തിൽ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് നേരം തടസ്സപ്പെട്ടു മുഖ്യമന്ത്രി. ആദ്യത്തെ പ്രാവശ്യം 2 പ്രാവശ്യം വെള്ളം കുടിച്ചു, ഒരു 2 വാചകം പറഞ്ഞു, പിന്നെയും തടസ്സപ്പെട്ടു. പിന്നീട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടോ, മുഖ്യമന്ത്രിയുടെ സംസാര ശേഷി
തീർന്നു എന്നൊക്കെ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ അയ്യപ്പൻ അങ്ങനെ ഒരു ദോഷം ചെയ്യില്ല. അയ്യപ്പന് മുഖ്യമന്ത്രിയുടെ അത്ര ക്രൂരനായ ലോക്കപ്പിൽ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ നമ്മുടെ കൺമുന്നിലിട്ട് തല്ലി ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? നമ്മളെല്ലാവരും കണ്ടല്ലോ ആ CCTV ദൃശ്യം. അപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ വന്ന് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? 11 കേസുകളിൽ പ്രതിയാണ്. മറ്റേ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പോലീസുകാർ പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുക്കണമോ, ഉഴിഞ്ഞു കൊടുക്കണമോ? തന്റെ കൺമുന്നിൽ വെച്ചിട്ട് പാവം യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ട തന്റെ ഗവൺമെന്റ്മാർ അടിച്ചു പൊട്ടിച്ചപ്പോ ഈ പിണറായി പറഞ്ഞെന്താണെന്നറിയോ? അത് രക്ഷാപ്രവർത്തനം. മാത്രമല്ല മറ്റേ ചെടിച്ചട്ടി ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടിച്ചു പൊട്ടിച്ചപ്പോൾ, തലമണ്ട അടിച്ചു പൊട്ടിച്ചപ്പോൾ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ പിണറായി ചെയ്ത അത്രയും ക്രൂരത ഒരാളും ചെയ്യില്ല. അയ്യപ്പനെ എത്ര ബഹസിച്ചാലും, അയ്യപ്പനെ എത്ര ആക്ഷേപിച്ചാലും അയ്യപ്പൻ അത്രമാത്രമൊന്നും ദയാരഹിതമായി മുഖ്യമന്ത്രിയോട് പെരുമാറില്ല. മനസ്സിലാക്കിക്കോ കാരണഭൂതമേ, മനസ്സിലാക്കി. ഇതൊക്കെ ഒരു സൂചനയാണ് കേട്ടോ. മുഖ്യമന്ത്രി അവസാനം തപ്പിപ്പിടിച്ച്, അതായത് മുഖ്യമന്ത്രിയുടെ ആ ശബ്ദം പോയത് എപ്പോഴാണെന്നറിയോ? അതായത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ശബരിമലക്ക് വേണ്ടിയിട്ട് അത്ര 140 കോടി കൊടുത്തു, ഞങ്ങൾ 120 കോടി കൊടുത്തു. അതായത് ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഏതാണ്ട് പ്രതിവർഷം 1000 കോടിയിലേറെ രൂപ നികുതിയായിട്ട് സംസ്ഥാന ഖജനാവിലേക്ക് ഒഴുകുന്നു. ഒരു കറവ പശുവാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല എന്ന് പറയുന്നത്. തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരെ മുഴുവൻ കൊള്ളയടിക്കുകയാണ്. സഞ്ചരിക്കാൻ അവർക്ക് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുന്നു, ഭക്ഷണ പദാർത്ഥത്തിന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുന്നു, കൈയിട്ട് വാരുകയാണ്, പോക്കറ്റ് അടിക്കുകയാണ് സർക്കാർ. 1000 കോടിയിലേറെ രൂപയാണ് അവർക്ക് എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ഈ പറയുന്ന തീർത്ഥാടന കാലത്ത് സർക്കാരിന് കിട്ടുന്നത്. എന്നിട്ട് പറയാണ് 140 കോടി കൊടുത്തു, 120 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അയ്യപ്പൻ ഒന്ന് ചവിട്ടിയത്. പിന്നൊന്നും പറയാൻ കഴിയാതെയായി. അതൊരു പ്രത്യേക സീനായിരുന്നു കേട്ടോ. ഓൺലൈനിൽ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ പ്രസംഗത്തിന്റെ വീഡിയോ മുഴുവനായിട്ട് കിട്ടും. ഞാൻ അതിന്റെ ഓഡിയോ മാത്രമാണ് റെക്കോർഡ് ചെയ്തത്. എന്റെ കയ്യിലുള്ളത് 48 മിനിറ്റും 48 സെക്കൻഡും ദൈർഘ്യമുള്ള സംഭവം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പൊറാട്ട് നാടകം ഇന്ന് പമ്പയിൽ നടന്നു. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ ദൃശ്യമാധ്യമങ്ങളും വളരെ ലൈവായിട്ട് ഞാൻ ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, ജനം, കൈരളി ഞാൻ നോക്കിയില്ല കേട്ടോ, തുറന്നു പറയാലോ. 5-6 ചാനലുകൾ മാറി നോക്കി ആ അയ്യപ്പ സംഗമത്തിന്റെ ഏതാണ്ട് ഒരു 8:30 മണി മുതൽക്ക് തന്നെ അതിന്റെ ഒരുക്കങ്ങൾ, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരെ ഞാൻ വളരെ കൃത്യമായി ഫോളോ ചെയ്ത ഒരാൾ എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അയ്യപ്പ മഹാസംഗമം 8 നിലയിൽ പൊട്ടി എന്നുള്ളതായിരുന്നു. ഇത് ഇന്നലെ തന്നെ ഞാൻ പൊട്ടി എന്ന് പറയാൻ കാരണം, യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഈ അയ്യപ്പ മഹാസംഗമം നടത്തുന്നത് നേരത്തെ അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ, BJP-യിലേക്ക് പോയ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ അതുമാത്രമായിരുന്നു ഈ അയ്യപ്പ മഹാസംഗമത്തിന്റെ ലക്ഷ്യം. പക്ഷെ ഇവരങ്ങനെയൊന്നും അല്ല. മറ്റേ ഇതിന്റെ പ്ലാറ്റിനം ജൂബിലി, ഇതിന്റെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി, അത് മണ്ണാങ്കട്ടതൊക്കെ പറയും. പക്ഷെ നമ്മൾ കരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണല്ലോ, നമുക്കറിയാലോ എന്താ കാര്യം എന്ന്. ചില അന്തം കമ്മികൾ അത് വിശ്വസിച്ചോട്ടെ. അപ്പം ഈ ആഗോള മഹാസംഗമത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന്, മഹാ എന്നില്ല കേട്ടോ, ആഗോള അയ്യപ്പ സംഗമത്തിന് ഞാൻ ഇന്നലെ ഇത് 8 നിലയിൽ പൊട്ടി എന്ന് പറയാൻ കാരണം, ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. കാരണം ആഗോള സംഗമമാണ്. അതായത് ലോകത്തെങ്ങുമുള്ള രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇവര് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മളോട് പറഞ്ഞത്, അയ്യപ്പന്റെ ഖ്യാതി, അയ്യപ്പന്റെ മഹത്വം ലോകമെങ്ങും, പിണറായി പറഞ്ഞിട്ട് വേണമല്ലോ അയ്യപ്പന്റെ മഹത്വം ലോകം മുഴുവൻ അറിയാൻ. അതവിടെ നിൽക്കട്ടെ. എന്താ പറയാ, അറിവില്ലാ പൈതങ്ങൾ എന്ന് നമുക്ക് കരുതാം. അപ്പൊ ഇവർ നമ്മളോട് പറഞ്ഞത് അതാണ്, ഇതൊരു ആഗോള
അയ്യപ്പ സംഗമമാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് ലഫ്റ്റനന്റ് ഗവർണർ വരുന്നു, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിമാർ വരുന്നു, മന്ത്രിമാർ വരുന്നു. അങ്ങനെയുള്ളൊരു VIP യുടെ പടയാണ് വരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവസാന മണിക്കൂറിൽ ഇന്നലെ നമുക്ക് മനസ്സിലായി ആകെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരാണ്. കർണാടകയിൽ നിന്നില്ല, തെലങ്കാനയിൽ നിന്നില്ല, ആന്ധ്രയിൽ നിന്നില്ല. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ, അയ്യപ്പ ഭക്തന്മാര് ഓരോ മണ്ഡലകാലത്ത് ഇവിടെ എത്തുന്നത് കേട്ടോ. എന്നിട്ട് പോലും ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒന്നും അവിടുത്തെ മന്ത്രിമാര് പുച്ഛത്തോടെ ഇത് നിരാകരിച്ചു. കാരണം അവർക്ക് മനസ്സിലായി ഈ കാരണഭത്തിന്റെ ഉഡായിപ്പ് പരിപാടിയാണെന്ന് ഇവർക്ക് മനസ്സിലായി കേട്ടോ. ഇതിന്റെ ഇടയിൽ ഈ യോഗി ആദിത്യനാഥ് ഇതിന് ആശംസകൾ അർപ്പിച്ചു എന്നും പറഞ്ഞങ്ങാണ്ട് ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടാക്കി കേട്ടോ. കാരണം ഇത് BJP-ക്കാര് ഇതിനോട് സഹകരിക്കുന്നില്ലല്ലോ. BJP-ക്കാരും UDF-കാരും ഈ അയ്യപ്പ സംഗമത്തോട് സഹകരിക്കുന്നില്ല. അപ്പം BJP-ക്കാർ സഹായിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതാ പിണറായി വിജയൻ ആശംസ നൽകിയിരിക്കുന്നു. എടോ പൊട്ടന്മാരെ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക്, അതായത് എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഇങ്ങനെ അയച്ചു. UP മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ ഓഫീസിലും ഇങ്ങനെ കത്ത് കിട്ടി. കേരളത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കത്ത് എനിക്ക് അയച്ചിട്ടുണ്ടാകുക. അപ്പൊ സ്വാഭാവികമായി ഇതൊരു പക്ഷേ യോഗി ആദിത്യനാഥ് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ കത്തൊക്കെ കിട്ടിയാൽ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവർക്ക് പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ആ ഡിപ്പാർട്ട്മെന്റിൽ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവര് അതിനൊരു മറുപടി അയക്കും. ആശംസകൾ നേരുന്നു. എന്ത് ഉഡായിപ്പ് പരിപാടിയാണെങ്കിലും ഒരു പരിപാടി നടത്തുന്നുണ്ട്, അങ്ങയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അങ്ങയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനം മര്യാദയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അതിനൊരു മറുപടി അയക്കും. ഇങ്ങനെയാണ് യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ അയ്യപ്പ സംഗമത്തിൽ എല്ലാവിധ വേറെ ഈ അയ്യപ്പ സംഘം അല്ലാതെ വേറെ സംഘമൊന്നും അല്ലല്ലോ നടത്തുന്നത്. നല്ല കാര്യമില്ലേ? അയ്യപ്പ സംഘം നടത്തുന്ന പറഞ്ഞ ആശംസ, ശരി, ഞങ്ങൾ അതിന്റെ വിജയത്തിന് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നു ഒക്കെ യോഗി ആദിത്യനാഥ് പറഞ്ഞത്. എന്നിട്ട് വാസവൻ ഇത് ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് വാസവൻ ഈ ആശംസ സന്ദേശം വായിച്ചെന്നൊക്കെ പറയുന്നത് ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരെ മാത്രമേ കേട്ടിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അതാണ് നിങ്ങളോട് ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ വളരെ രസകരമായ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം ഇതിന്റെ മുന്നോടിയായിട്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്നലെ തന്നെ ഞാൻ പൊട്ടി എന്ന് പറയാൻ കാരണം ഈ ഒരു മുഖ്യമന്ത്രിമാരും വന്നില്ല. ആകെ വന്നത് മുഖ്യമന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാരൊന്നും വന്നില്ല. ആകെ വന്നത് തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ മാത്രമാണ് വന്നത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിന് ആഗോളതലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരും എത്തിയില്ല, ഒരു പ്രതിനിധികളും എത്തിയില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആരും എത്തിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 2 മന്ത്രിമാർ വന്നു. അതോടെ ഈ അയ്യപ്പ മഹാസംഗമം എന്നുള്ളത് പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ മാത്രമല്ല, ഇത് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഇത് അനൗൺസ് ചെയ്തിരുന്നു. ഈ അനൗൺസ് ചെയ്തത് കോമഡി ആയിരുന്നു. ഒന്ന്, ഈ അയ്യപ്പ മഹാസംഗമം തുടക്കം മുതൽ അവസാനം വരെ കോമഡി ആയിരുന്നു കേട്ടോ. ഇത് അനൗൺസ് ചെയ്തത് എന്താണ്? അതായത് ഈ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒക്കെ വരുന്നതിന് തൊട്ടു മുമ്പ് മൈക്ക് അനൗൺസ്മെന്റ് ആണ്. അതായത് അഖില കേരള ആഗോള അയ്യപ്പ സംഗമത്തിന് ഇതാ തുടക്കമാവുകയായി. ഒന്ന് ആലോചിച്ചോണം, അഖില കേരള ആഗോള സംഗമം. ഈ അനൗൺസ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത്, ഈ അനൗൺസ് ചെയ്യുന്ന ഏതോ ഒരു പാവം സഖാവിന് മനസ്സിലായി ഇത് ആഗോളൊന്നുമല്ല, ഇതെന്താണ്, ഇത് അഖില കേരള ആണെന്ന്. അപ്പൊ മൂപ്പരാണ് തട്ടി. മൂപ്പര് നോക്കുമ്പോ ഈ സദസ്സിലേക്കും വേദിയിലൊക്കെ നോക്കുമ്പോ ഇവിടുന്ന് ഈ നമ്മൾ കണ്ട് പരിചയമുള്ള നമ്മുടെ സഹാക്കന്മാരല്ലാതെ വേറെ ഒരാളും ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ 2 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ, ബാക്കി പുറമേന്ന് ആരും ഇല്ല. അപ്പൊ മൂപ്പര് സത്യസന്ധമായിട്ട് പറഞ്ഞ് അഖില കേരള ആഗോള അയ്യപ്പ സംഗമെന്ന് ഒന്ന് നോക്കിയാട്ടെ. അതായത് കൊട്ടിഘോഷിച്ച് 7 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന പ്രചണ്ഡ കോലാഹലങ്ങള്, മുഖ്യമന്ത്രിയുടെയും വാസവന്റെയും കൂറ്റൻ ഹോർഡിങ്ങുകൾ, എന്തായിരുന്നു ഇവരുടെ അവകാശവാദം അല്ലേ? എന്നിട്ട് തുടക്കം തന്നെ അഖില കേരള ആഗോള അയ്യപ്പ സംഗമത്തിന് ഇതാ മുഖ്യമന്ത്രി എത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കൂടെ മറ്റാളുണ്ട്, മുഖ്യമന്ത്രിയുടെ കൂടെ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കൂടെ ഒരുമിച്ചാ വന്നു കേട്ടോ. കാരണം മുഖ്യമന്ത്രിയുടെ വിചാരം എന്താണെന്ന് പറയും, വെള്ളാപ്പള്ളിനെ കാറ് കൂട്ടി വന്നാൽ ഈ പറയുന്ന ഈ ഇളവന്മാരുടെ തീയന്മാരുടെ വോട്ടുകൾ മുഴുവനും പെട്ടിയിലേക്ക് വീഴുന്നതാണ് എന്റെ കാരണഭൂതമേ.
വെള്ളാപ്പള്ളി പറഞ്ഞാലൊന്നും ഇവിടുത്തെ ഹിന്ദുക്കളും ഈഴവരൊന്നും നിങ്ങൾക്ക് തൽക്കാലം വോട്ട് ചെയ്യില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഈ സംഗമത്തിന്റെ കോമഡിയിലേക്ക് വന്നാൽ, അപ്പൊ കോമഡി ആദ്യം പറഞ്ഞത് ഈ 2 മന്ത്രിമാര് മാത്രമേ വന്നിട്ടുള്ളൂ, ഈ ആഗോളം എന്നുള്ളത് തൂറ്റിപ്പോയി എന്നുള്ളത് ഒന്നാമത്തെ കോമഡി. രണ്ടാമത്തെ കോമഡി എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ അനൗൺസറുടെ അനൗൺസ്മെന്റ്, അതായത് അഖില കേരള ആഗോള സംഗമം എന്ന് പറയുന്നത്. അത് പോട്ടെ. മൂന്നാമത്തെ കോമഡി അല്ല കേട്ടോ, ഏറ്റവും വലിയ ദുരന്തം. അതായത് അയ്യപ്പന്റെ മുന്നിൽ നിലവിളിക്ക് കൊളുത്തി. സ്റ്റേജിൽ ആരുമില്ലാതെ, സ്റ്റേജിൽ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് സ്റ്റേജില് അയ്യപ്പന്റെ ആ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നു തന്ത്രി നിലവിളക്ക് കൊളുത്തി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താണെന്നറിയോ, പണ്ട് ഞാൻ കേരളകൗമുദിയില് ജോലി ചെയ്യുന്ന കാലത്ത് കേരളകൗമുദി ഒരു വലിയ ഒരു ഫെസ്റ്റിവൽ നടത്തുകയാണ്. ഒരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ ആ ഫെസ്റ്റിവലില് ഒരു തരത്തിലുള്ള ഒരു ബിസിനസ് മീറ്റ് പോലുള്ള ഒരു വലിയ ഫെസ്റ്റിവലാണ്, ഒരു ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു മേള നടത്തുകയാണ്. അതില് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പാണക്കാട്ടെ തങ്ങളാണ്. ഇപ്പോഴത്തെ തങ്ങളല്ല, പഴയ തങ്ങളാണ് അതിന്റെ മുഖ്യ അതിഥി. ഇതില് നിലവിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത് അക്കാലത്തെ ഒരു പ്രമുഖ ഒരു പുതുമുഖ നടിയെയാണ് കേട്ടോ. അപ്പൊ പുതുമുഖ നടിയാണ് വിളക്ക് കൊളുത്തുന്നത്. ഇതിലെ മുഖ്യ അതിഥി ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട്ടെ അന്നത്തെ തങ്ങളുമാണ്. അപ്പോ ഈ മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് അന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ BC ജോജോ മരിച്ചുപോയി. കരൾ രോഗം കൊണ്ട് ജോജോ മരിച്ചുപോയി. അപ്പോ ഇവരൊക്കെ ആയിരുന്നു ഇതിന്റെ സംഘാടകന്മാര്. അതിനുശേഷം ജോജോ തിരുവനന്തപുരത്താണ്. ഇതെനിക്ക് തോന്നുന്നത് കോഴിക്കോട് വെച്ച് നടന്ന ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ സമ്മേളനത്തിൽ പെട്ടെന്ന് സംഘാടകർ പറഞ്ഞു, ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതായാലും ഇതിന് പിന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകർ പറഞ്ഞു, കാരണം ഈ പാണക്കാട് തങ്ങള് പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്റ്റേജില് സിനിമാ നടി ഇരിക്കാൻ പാടില്ല. പാണക്കാട് തങ്ങള് സിനിമാ നടി അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അത് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. അതിലെത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ലേ. പാണക്കാട് തങ്ങള് സിനിമാ നടിമാർ പങ്കെടുക്കുന്ന യോഗത്തില് സമ്മേളനത്തിൽ പാണക്കാട് തങ്ങൾ ഇരിക്കില്ല എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെയാണ് അവർ പറഞ്ഞത്, പാണക്കാട് തങ്ങൾ ഇരിക്കില്ല. അതുകൊണ്ട് പാണക്കാട് തങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അദ്ദേഹം മുഖ്യ അതിഥിയാണ്. അപ്പൊ ഇവരെന്ത് പണി ചെയ്തതെന്ന് വെച്ചാൽ, ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ, പാണക്കാട് തങ്ങൾ സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ നിലവിളക്കാണ്ട് കൊളുത്തിച്ചു. ആരെ കൊണ്ട്? ഈ നടിയെ കൊണ്ട് നിലവിളക്ക് കൊളുത്തിച്ചിട്ട് നടിയെ കൊണ്ടുപോയി കണ്ട് സ്റ്റേജിന്റെ മുന്നിലിരുത്തി. എന്നിട്ട് പാണക്കാട് തങ്ങൾ സ്റ്റേജിലേക്ക് വന്ന് പിന്നെ ഔപചാരികമായ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടന്നു. എനിക്ക് പെട്ടെന്ന് അക്കാര്യം ഓർമ്മ വന്നത് എന്ന് പറഞ്ഞാൽ, അയ്യപ്പന്റെ മുന്നിൽ ദീപം കൊളുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കൈകൂപ്പി നിൽക്കും. കാരണം അയ്യപ്പന്റെ മുന്നിൽ ദീപം കൊളുത്തുമ്പോൾ സ്വാഭാവികമായും ഭക്തി പേരിന് മാത്രമാണെങ്കിലും ഭക്തിയുള്ള ആൾക്കാരൊക്കെ കൈകൂപ്പി പോകും. അയ്യപ്പന്റെ മുന്നിൽ ഈ വിളക്ക് കൊളുത്തുമ്പോൾ കൈകൂപ്പി പോകും. വാസവൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വാസവൻ കൈകൂപ്പിയില്ല. വാസവൻ അങ്ങനെയാണല്ലോ, ഈ സഭാക്കന്മാരാരും അയ്യപ്പന്റെ മുന്നിൽ കൈകൂപ്പില്ല. എപ്പോഴും ഈ അയ്യപ്പ സംഗമ വേദിയിലും അയ്യപ്പൻ ഈ തന്ത്രി നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ പ്രശാന്ത് കൈകൂപ്പി കേട്ടോ, നമ്മുടെ ദേവസ്വം പ്രസിഡന്റ്. കുറ്റം പറഞ്ഞുകൂടാ. പ്രശാന്ത് ചെയ്ത മറ്റൊരു കോമഡി ഉണ്ട് അവസാനം, ഞാൻ പറയാം. അങ്ങനെ പ്രശാന്ത് കൈകൂപ്പി, ചുറ്റും നിന്ന ആൾക്കാരൊക്കെ കൈകൂപ്പി. വാസവൻ മാത്രം നല്ല സ്റ്റാൻഡർഡീസ് എന്ന് പറയുന്ന മൂപ്പര് നിന്നു. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചില്ല കേട്ടോ. അത്രയും നന്ന്. അപ്പൊ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞാൽ കാരണഭൂതത്തിന് പിടിക്കില്ലല്ലോ. ഏറ്റവും വലിയ അയ്യപ്പന്റെ വിദ്വേഷിയാണ് ഇപ്പോഴും കാരണഭൂതമെന്ന് കാരണഭൂതം മാത്രമല്ല, കാരണഭൂതത്തിന്റെ ശിങ്കിടികളും കരുതുന്നു. അല്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളൊക്കെ സ്റ്റേജിൽ നിരന്നിരുന്നതിന് ശേഷമായിരിക്കണം ഈ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തേണ്ടത്. പക്ഷേ കാലിയായ സ്റ്റേജിൽ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയെ കൊണ്ട് ഈ നിലവിളക്കാണ്ട് കൊളുത്തിച്ചു. പോരെ. മൂന്നാമത്തെ കോമഡി കഴിഞ്ഞ് നാലാമത്തെ കോമഡിയാണ്. മുഖ്യമന്ത്രി വരുന്നു. ഈ നമ്മുടെ പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് അദ്ദേഹമാണ് അദ്ദേഹം സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹം എല്ലാവർക്കും ഇങ്ങനെ സ്വാഗതം ആശംസിച്ചു. കുറെ തള്ളു പരിപാടിയൊക്കെ മൂപ്പര് സാധാരണ പറയും പോലെ ഇതെന്തോ ഒരു മഹാസംഗമമാണ്. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ഏതോ പാവം വേറെ പണിയൊന്നും ഇല്ലാത്ത ഏതോ 2 മന്ത്രിമാർ മാത്രമേ വന്നുള്ളൂ. വിദേശത്ത് നിന്ന് ആരും വന്നില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും വന്നില്ല. ഇത് പൊളിഞ്ഞു എന്ന് മൂപ്പരുടെ സംഭാഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. മൂപ്പരുടെ ഭാഗത്തു നിന്നുള്ള കോമഡി എന്ന് പറഞ്ഞാൽ, മൂപ്പര് ഇതൊക്കെ കഴിഞ്ഞപ്പോ സ്വാമിയേ ശരണമയ്യപ്പ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ.
അതായത് ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അതേ ശൈലിയിൽ മൂപ്പർ ഇങ്ങനെ മുഷ്ടി ചുരുട്ട് സ്വാമിയേ ശരണമയ്യപ്പ. എന്താ ചെയ്യുക? ഈ അയ്യപ്പന്മാരെ അവഹേളിക്കുക, ആക്ഷേപിക്കുക. ഈ അയ്യപ്പ മഹാസംഗമത്തില് ഈ വൃത്തികെട്ടവന്മാര് ചെയ്തത്, മുഖ്യമന്ത്രി സ്റ്റേജിലുണ്ടല്ലോ, മുഖ്യമന്ത്രി മറ്റ് ഈ പറയുന്ന കോമാളികളൊക്കെ സ്റ്റേജിൽ നിറഞ്ഞിരിക്കുകയാണ്. വീണ ജോർജ്, പിന്നെ സജി ചെറിയൻ, അങ്ങനെയുള്ള 7-8 മന്ത്രിമാരുണ്ട്. 6-7 മന്ത്രിമാരെന്നാണ് മുഖ്യമന്ത്രി വരെ പ്രസംഗത്ത് പറഞ്ഞത്. മുമ്പൊരിക്കൽ തന്നെ ഉറപ്പില്ല 6 ആണോ 7 ആണോ. അങ്ങനെയുള്ള മന്ത്രിമാരും ഈ പറയുന്ന പ്രമുഖന്മാരൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന എന്താ പറയാ പൊട്ടൻ ആര് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം സെക്രട്ടറി ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചത്. അതിന് പകരം സ്വാമിയേ സ്വാമിയേ ശരണം. നോക്കണം, നിങ്ങള് ഇതിൽ കിടക്കുന്നുണ്ട്, കണ്ടവർക്കറിയാം. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ശരണം വിളി എടുക്കണം. അയ്യപ്പ പൊറുക്കണമേ എന്ന് മാത്രമേ പറയാനുള്ളൂ. അറിവില്ലാ പൈതങ്ങളാണ് അയ്യപ്പ, ക്ഷമിക്കണേ എന്നേ പറയാറുള്ളൂ. പക്ഷേ അയ്യപ്പൻ പൊറുത്തില്ല. പ്രസംഗത്തിലുടനീളം പറയുന്നത് സാധാരണ പിണറായി വിജയന്റെ തള്ളൽ തന്നെ. അതായത് ശബരിമലക്ക് വേണ്ടിയിട്ട്, പിന്നെ ശബരിമലയുടെ ഐതിഹ്യവും മുമ്പിൽ പറഞ്ഞിട്ടോ, ശബരിമലയുടെ ഐതിഹ്യവും പറഞ്ഞു. പക്ഷെ അയ്യപ്പനെ കുറിച്ചോ വേറൊരു കഥയാണ് മുമ്പിൽ പറഞ്ഞത്. ശബരിയെ ശ്രീരാമനും ലക്ഷ്മണനും കണ്ടുമുട്ടുകയും ശബരി എന്ന തപസ്വിയുടെ കഥയും ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അതല്ലാതെ അയ്യപ്പന്റെ കഥകളൊന്നും പിണറായി പറഞ്ഞിട്ടില്ല. അറിയാനിട്ടാണോ? അതായത് അയ്യപ്പൻ എന്നുള്ള വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ശബരിമല എന്താണ്, മതേതര സംഗമമാണ്. ഇതൊരു സർവമത ഭാവനയുടെ ഒരു സങ്കേതമാണല്ലോ ശബരിമല. അതൊന്നും അല്ലാതെ മൂപ്പര് വേറെ എന്തൊക്കെയോ ഒക്കെയാണ് പറഞ്ഞത്. അത് പിന്നെ വിവരമില്ലാത്ത കുറെ എന്താ പറയാ അന്തംഗമ്മികൾ അയാളുടെ പിന്നിലുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് കരുതാം. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ആഗോള അയ്യപ്പ സംഗമം 8 നിലയിലല്ല, 18 നിലയിൽ, 18 അല്ല, ഒരു 150 1800 എത്ര വേണം പറയാം, അത്രയും നിലയിൽ പൊട്ടി തകർന്ന് തരിപ്പണായി, ഉളുപ്പുമാനില്ലാതെ. ഒരു ഏതാണ്ട് ഈ ദേവസ്വം തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ, 2000-ഓളം ആൾക്കാർ പങ്കെടുത്തതാണ് അപ്പം പറയുന്നത്. 2000-ഓളം ആൾക്കാർ പങ്കെടുത്തു എന്ന് പറയുന്നു. ഈ തൊഴിലുറപ്പ് പരിപാടിയിലെ ആൾക്കാരൊക്കെ കൊണ്ടിരുത്തിക്കൂടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിണറായി പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പോയി. പിണറായി പ്രസംഗം കഴിഞ്ഞപ്പം പിന്നെയും ആൾക്കാർ പോയി. അവസാനം ഈ ചർച്ച, ഈ സെമിനാറുകൾ അല്ലെ, 3 പ്രധാനപ്പെട്ട സെമിനാറുകളായിരുന്നു അവിടെ കണ്ടക്ട് ചെയ്തിരുന്നത്. ഇതിനായിരുന്നല്ലോ സംഗമം എന്ന് പറയുന്നത്. ഈ ഒരു സംഗമം വെച്ചത് മുഖ്യമന്ത്രിയുടെ തള്ളു കേൾക്കാൻ വേണ്ടി മാത്രമല്ല, എന്തോ ഒരു മഹത്തായ 3 സെമിനാറുകളില് കേൾക്കാൻ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും പിന്നെ ഈ ഉച്ചക്ക് ചാപ്പാടടിക്കാൻ വന്ന കുറച്ച് ആൾക്കാരും അല്ലാത്ത വേറൊരു മനുഷ്യനും ഈ സംഗമത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു 10 വോട്ടുകൾ പോയി എന്നല്ലാതെ ഒരു വോട്ട് പോലും ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴില്ല. അത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നല്ല ഹൈന്ദവ ജനത എന്ന് പറയുന്നത്. അത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നല്ല. ഇത് സെക്രട്ടേറിയറ്റിൽ ഇരുന്നിട്ട് ഈ 5, 6, 7 മന്ത്രിമാരും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചർച്ച ചെയ്യാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ 48 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം എന്തിന് ഈ ജർമ്മൻ 7 കോടി ചെലവാക്കിയിട്ട്, ഈ 7 കോടി നമ്മളെ പൈസയാണിടോ. കേതുണ്ട് പറയുന്നതിന്. നിങ്ങളെ തറവാട്ട് നിർത്തുകൊണ്ടോ പൈസ ഒന്നല്ല, നമ്മളെ പൈസ അതെടുത്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പുട്ടടിക്കുന്നത്. ഈ പുട്ടടിക്കുന്ന പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റേ കാര്യം ഓർമ്മ വന്നത്. 4 കിലോ സ്വർണ്ണാണ് മുക്കിയത് കേട്ടോ. അയ്യപ്പൻ ഇത്രയും കാരുണ്യവാനായ ഒരു ദേവനാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കാതെ പോയി കേട്ടോ. 4 കിലോ സ്വർണം കൊള്ളയടിച്ചിട്ടാണ് വന്നിരുന്ന ആ മേള നടത്തിയത് കേട്ടോ. 4 കിലോ സ്വർണം, 42 കിലോ സ്വർണ്ണപ്പാളി ആയിരുന്നു. അതിപ്പോ 38 കിലോ ഉള്ളൂ. കോടതി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് 4 കിലോ മുക്കി
ആര് മുക്കി? കാരണഭൂതമേ പറയണം, ആര് മുക്കി? 4 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? ഇപ്പൊ സ്വർണത്തിന്റെ പവന്റെ വില എനിക്ക് തോന്നുന്നു പവന് 82,000 രൂപയൊക്കെ ആയി എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഗ്രാമിന് 10,000 രൂപ. 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,000 രൂപയാണ്. അപ്പോൾ 4 കിലോ എന്ന് പറഞ്ഞാൽ 4 കോടി. 4 കോടി രൂപ അടിച്ചു മാറ്റിയിട്ടാണ് അയ്യപ്പൻ വിടൂല മക്കളെ. അയ്യപ്പൻ വിടില്ല. കാത്തിരുന്നു. ആദ്യത്തെ ഫലം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ അടി കിട്ടിയിരിക്കും. 2026 അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ അടി കിട്ടിയിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ഇതില്ലാതെയാണ് വിളിക്കേണ്ടത്. അയ്യപ്പൻ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ്. തത്വമസിയെ കുറിച്ചൊക്കെ കാരണഭൂതം പറയുന്നുണ്ട്. തത്വമസിയുടെ അർത്ഥം കാരണഭൂതം പറഞ്ഞു തരണ്ട, നമുക്കൊക്കെ അറിയാം. അപ്പോ അയ്യപ്പൻ എല്ലാവരുടെയും മനസ്സിലാണ്. എല്ലാവരും അയ്യപ്പന്റെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ മനുഷ്യര് കണക്ക് ചോദിച്ചിരിക്കും കാരണഭൂതമേ. ഒറ്റ കാര്യം കൂടി പറയട്ടെ. നിങ്ങള് ഇതിന്റെ ഹോർഡിങ്ങുകൾ വെച്ചല്ലോ. അയ്യപ്പന്റെ ഇതിന്റെ എംബ്ലം നിങ്ങൾ കണ്ടല്ലോ. ഇതിന്റെ ലോഗോ, അയ്യപ്പ സംഗമത്തിന്റെ ലോഗോ എന്ന് പറയുന്നത് അയ്യപ്പനെ കറുത്ത നിറത്തിൽ അയ്യപ്പൻ കേട്ടോ. കറുത്ത നിറത്തിൽ അയ്യപ്പൻ. അങ്ങനെയായിരുന്നു ലോഗോ. ഇതിന്റെ മഹാനഗരങ്ങളിൽ വെച്ച കൂറ്റൻ ഹോർഡിങ്ങുകളിൽ മുഴുവൻ പിണറായി വിജയന്റെയും വാസവന്റെയും ചിത്രങ്ങളായിരുന്നു. അയ്യപ്പന്റെ ഒരു ചിത്രം പോലും വെച്ചിരുന്നില്ല കേട്ടോ. കോടതി പറഞ്ഞിരുന്നു സർക്കാരിന്റെ പൈസയൊന്നും ഈ സംഗമത്തിന് വേണ്ടി ചെലവാക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം പത്രങ്ങളായ പത്രങ്ങൾ മുഴുവനും പരസ്യം കൊടുത്തത് പിണറായി വിജയന്റെ PRD ആണ്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരസ്യമാണ് കൊടുത്തത്. സർക്കാരിന്റെ പൈസ. അപ്പൊ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ കേട്ടോ. പറഞ്ഞാൽ തീരില്ല, ഇനിയും ഒരുപാട് പറയാറുണ്ട്. എങ്കിലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ശബരിമല ശാസ്താവ് എല്ലാം പൊറുക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ജീവിച്ചു പോട്ടെ. തെറ്റുകൾ തിരിച്ചറിയുക, പിന്നെ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു സൽബുദ്ധി പിണറായിയുടെ ശിങ്കിടി കൂട്ടങ്ങൾക്കും ഉണ്ടാകാൻ അയ്യപ്പൻ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.